T20 വേൾഡ് കപ്പിന്റെ സൂപ്പർ 8 ആദ്യ മത്സരത്തിൽ കനത്ത തോൽവിയാണല്ലോ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ട് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. സൂപ്പർ 8 നിർണായക മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഓൾ ഔട്ട് ആകുകയും 76 റൺസിന്റെ കനത്ത തോൽവിയുമാണ് ഇന്ത്യൻ ടീം ഇതിനോടകം തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇതോടെ കനത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഒപ്പം തന്നെ കോച്ച് ഗൗതം ഗംഭീർ ആണെങ്കിലും നേരിടുന്നത്. മത്സരത്തിന് മുന്നേ വലിയ ആത്മവിശ്വാസത്തോടെ ആയിരുന്നല്ലോ സൂര്യകുമാർ യാദവ് സംസാരിച്ചത്. മാത്രമല്ല സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ ആരെ ഞങ്ങൾ മാറ്റുമെന്നൊരു ചോദ്യമായിരുന്നു ചിരിയോട് സൂര്യകുമാർ ചോദിച്ചത്. അഭിഷേക് ശർമ്മയെ മാറ്റുമോ അതല്ലെങ്കിൽ തിലക് വർമ്മയെ മാറ്റുമോ എന്നായിരുന്നു സൂര്യകുമാറിന്റെ ചോദ്യം. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ രണ്ടുപേരും വീണ്ടും ഒരിക്കൽ കൂടി തകർന്നടിഞ്ഞിരിക്കുകയാണ്. അഭിഷേക് ശർമ്മ മുൻ മത്സരങ്ങളെക്കാൾ ഒരൽപ്പം ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് T20 വേൾഡ് കപ്പിലെ മുൻ മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഡക്കിന് പുറത്തായ അഭിഷേക് ശർമ്മ ഇന്നത്തെ മത്സരത്തിൽ 12 പന്തിൽ 15 റൺസ് നേടിയിട്ടുണ്ട്. എന്നാൽ തിലക് വർമ്മ വീണ്ടും ഒരു ഡിസാസ്റ്ററിലേക്ക് പോകുകയാണ്. വെറും ഒരു റണ്ണ് മാത്രമാണ് ഇന്ന് നേടിയെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ അഭിഷേകിന് പകരം സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അതേസമയം തിലക് വർമ്മയ്ക്ക് പകരം എന്തുകൊണ്ട് സഞ്ജു വന്നൂടാ എന്നൊരു ചോദ്യം ഇതിനോടകം തന്നെ എക്സൽ ശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന T20 വേൾഡ് കപ്പിൽ ഒരൊറ്റ മത്സരത്തിൽ മാത്രമായിരുന്നു സഞ്ജു കളിച്ചത്. ആ കളിയിലാണെങ്കിൽ വേഗം ഔട്ടായെങ്കിൽ പോലും ഒരുപാട് റൺ വേഗത്തിലെടുക്കുന്ന സഞ്ജു സാംസണെയാണ് കണ്ടത്. 22 റൺസ് ഇന്നത്തെ കളിയിലെ പലരുടെയും സ്കോർ കാർഡ് എടുത്തു നോക്കുമ്പോൾ സഞ്ജുവിൻ്റെത് ഒരു മികച്ച റൺസ് തന്നെയാണ്. അതേസമയം ഇന്ത്യ സിംബാബ്വെ മത്സരത്തിൽ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ക്യാപ്റ്റനും ഒപ്പം തന്നെ കോച്ചും ഒന്ന് ചിന്തിക്കട്ടെ, സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കാം.